നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ നോക്കൗട്ട് ഫേസിൻ്റെ പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ കളി നടക്കുക. ആ കളിക്ക് മുന്നോടിയായിട്ട് പക്ഷേ റയൽ മാഡ്രിഡിനെ ഏറ്റിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. ലൂക്കാസ് വാസ്കസിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടിരിക്കുന്നു. He will miss Real Madrid's Champions League match versus Manchester City. ക്ലബ് സ്റ്റേറ്റ്മെൻറ്റ് അത് കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ കളി മിസ് ചെയ്യും. മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5 ഡിഫൻഡേഴ്സ് ഇപ്പോൾ സൈഡ് ലൈൻഡാണ് ഡ്യൂ ടു ഇഞ്ചുറി. എന്തൊരവസ്ഥയാണിതെന്ന് നോക്കണം. കർവാഹൽ പുറത്താണ്, മിലിറ്റാവ് പുറത്താണ്, റൂഡിഗർ പുറത്താണ്, അലാബ് പുറത്താണ്, വാസ്കസും പുറത്താണ്. വല്ലാത്ത അവസ്ഥയാണ്. ലൂക്കാസ് വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹം എന്ന് കളിക്കളത്തിലേക്ക് വരും, ഒരു 15-20 ദിവസക്കാലമെങ്കിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഫബ്രിസിയോ റൊമാനോ മാർക്കയൊക്കെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഈ സീസണിൽ സോഫാർ എത്ര ഇഞ്ചുറി വന്നെന്നറിയാമോ? റയൽ താരങ്ങൾക്കാകെ 36 ഇഞ്ചുറീസാണ്. അതൊരു വല്ലാത്ത കണക്കാണ്, വലിയ കണക്കാണ്. അതാണ് ആഞ്ചലോട്ടി എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് പറയാറുള്ളത്. ആ എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. വാസ്കസിന് സിറ്റിക്കെതിരെയുള്ള ഈ എവേ മത്സരം, ഒസാസുനക്കെതിരെയുള്ള അതിനുശേഷമുള്ള കളി അത് എവേ മത്സരമാണ്. സിറ്റിക്കെതിരെയുള്ള ഹോം മത്സരം, ജിറോണക്കെതിരെയുള്ള ഹോം മത്സരം, കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ്, ബെറ്റീസിനെതിരെയുള്ള കളിയൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ബെറ്റീസിനെതിരെയുള്ള കളിയാകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നേക്കാം. ഏതായാലും 5 കളികൾ എന്തായാലും അദ്ദേഹത്തിന് മിസ്സാവും. റയലിൻ്റെ അവസ്ഥ വല്ലാത്തതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.